പ്രിയപ്പെട്ടവരെ, 900 കണ്ടിയിലെ യാത്ര വീണ്ടും തുടങ്ങിയാണ്. അങ്ങനെ വാഹനം പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തേക്കാണ് നടക്കുന്നത്. 900 കണ്ടിയിൽ ഗ്ലാസ് ബ്രിഡ്ജും സ്റ്റെപ്പും മാത്രമല്ല ഉള്ളത്, ട്രെക്കിങ്ങിനും ക്യാമ്പിങ്ങിനും പറ്റിയ ഒരിടം കൂടിയാണിത്. ഇവിടെ നിങ്ങൾക്ക് ജീപ്പ് ഓഫ് റോഡ് ഡ്രൈവിംഗ് ആസ്വദിക്കാവുന്നതാണ്. കൂടാതെ 900 കണ്ടിയുടെ അടുത്തായി ഒരുപാട് മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് വയനാട്ടിലെ മേപ്പാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ താഴെ പച്ചപ്പ് നിറഞ്ഞ കാടുകളും മലകളും കാണാൻ സാധിക്കും. ഒരേ സമയം 3-4 പേർക്ക് മാത്രമേ പാലത്തിലൂടെ നടക്കാൻ അനുവാദമുള്ളൂ. പാലം നിർമ്മിച്ചിരിക്കുന്നത് ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ചാണ്. ഇത് കൊണ്ടുവന്നത് ഇറ്റലിയിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കൂടെ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് താഴോട്ട് നോക്കുമ്പോൾ വളരെയധികം പേടി തോന്നി. പക്ഷേ ഒരുപാട് ആളുകൾ നടക്കുന്ന സമയത്ത് ഈ പേടിയൊക്കെ നമുക്ക് താനെ ഇല്ലാതായി മാറും. അത്രയും സുരക്ഷിതമായ രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി മറ്റൊന്ന് തന്നെയാണ്. നമുക്ക് മെയിൻ പറയേണ്ടത് പ്രകൃതിയുടെ ഈ അനുഭൂതിയാണ്. കാറ്റും അതേപോലെ തന്നെ മഞ്ഞും എല്ലാം കൂടി ഒന്നിച്ച് ഇവിടെ വരുന്ന സമയത്ത് എന്ത് സുഖമാണെന്നോ. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നേരെ നമ്മളെ സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോവുകയാണ്. 900 കണ്ടിയിലെ ടോപ്പ് വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റെപ്പിനെ കുറിച്ച് പറയാം. ഈ സ്റ്റെപ്പ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 100 അടി ഉയരമുള്ള ഈ സ്റ്റെപ്പുകൾ കയറി മുകളിൽ എത്തിയാൽ വയനാടിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. താഴെ പച്ചപ്പ് നിറഞ്ഞ കാടുകളും മലകളും കാണാൻ സാധിക്കും. ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതികൾക്കും ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെടും. ഇവിടെ നിങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജ്, ടോപ്പ് വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റെപ്പ് എന്നിവ കാണാം. കൂടാതെ സാഹസിക വിനോദസഞ്ചാരത്തിന് പറ്റിയ ഒരിടം കൂടിയാണിത്. വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലാണ് 900 കണ്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിലാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഇവിടം കാടും മലകളും നിറഞ്ഞ ഒരു പ്രദേശമാണ്. ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനും പറ്റിയ ഒരു ഇടമാണിത്. 900 കണ്ടി ട്രക്കിങ്ങിന് വളരെ അനുയോജ്യമായ സ്ഥലമാണ്. കാടും മലകളും നിറഞ്ഞ ഈ പ്രദേശം സാഹസിക വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. ഇവിടെ നിങ്ങൾക്ക് വിവിധ തരം ട്രക്കിംഗ് പാതകൾ കണ്ടെത്താൻ സാധിക്കും. തുടക്കക്കാർക്കും പരിചയ സമ്പന്നർക്കും അനുയോജ്യമായ ട്രക്കിംഗ് പാതകൾ ഇവിടെയുണ്ട്. സാധാരണയായ ട്രക്കിംഗ് പാതകൾ 3 മുതൽ 5 മണിക്കൂർ വരെ ദൈർഘ്യമുള്ളവയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് കാടിന്റെ മനോഹരമായ കാഴ്ചകളും വിവിധ തരം പക്ഷികളെയും മൃഗങ്ങളെയും കാണാനും സാധിക്കും. ട്രക്കിങ്ങിന് പുറമെ നിങ്ങൾക്ക് ഇവിടെ ക്യാമ്പിങ്ങും ആസ്വദിക്കാവുന്നതാണ്. രാത്രിയിലെ നക്ഷത്രങ്ങളെ നോക്കി കാടിന്റെ നിശബ്ദതയിൽ കൂടാരം കെട്ടി താമസിക്കുന്നത് ഒരു അത്ഭുതകരമായ അനുഭവമായിരിക്കും. തൊള്ളായിരം കണ്ടിയിൽ ജീപ്പ് സഫാരിക്ക് സൗകര്യമുണ്ട്. കാടിന്റെ ഭംഗി ആസ്വദിച്ച് ഒരു ജീപ്പ് യാത്ര നടത്തുന്നത് നല്ല അനുഭവമായിരിക്കും. സാധാരണയായി 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള ജീപ്പ് സഫാരി പാക്കേജുകൾ ലഭ്യമാണ്. ഈ പാക്കേജുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി സ്കൈല ട്രാവൽ സർവീസസുമായി ബന്ധപ്പെടാവുന്നതാണ്.
ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9746819884 എന്നതാണ്. ഈ യാത്രയിൽ കാടിന്റെ ഉൾഭാഗങ്ങളിലേക്ക് പോകാനും വെള്ളച്ചാട്ടങ്ങളും മലകളും കാണാനും സാധിക്കും. ജീപ്പ് സഫാരിക്ക് സാധാരണ ഒരാൾക്ക് 1500 രൂപ മുതൽ 2500 രൂപ വരെയാണ് ചിലവ് വരുന്നത്. തൊള്ളാരംകണ്ടിൽ നമ്മൾ എത്തിച്ചേർന്നാൽ നമ്മുടെ വാഹനത്തിൽ അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല. ഓഫ് റോഡിന് പറ്റിയ വാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. പക്ഷെ അതിൽ വരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും നമ്മൾ സ്വന്തം വഹിക്കേണ്ടി വരും. ഇവിടെയുള്ള വാഹനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പരസ്പര ധാരണയുണ്ട്. ഏതെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ എല്ലാവരും വന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നതും ആണ്. ഇവിടെ ഒരു വണ്ടിയിൽ നമുക്ക് 4-5 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ അനുഭവങ്ങൾ നമുക്ക് ഒരിക്കലെങ്കിലും അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. തൊള്ളാരംകണ്ടിയിൽ ട്രക്കിംഗ് അനുഭവിക്കുന്ന സമയത്ത് പലർക്കും പല രീതിയിലാണ് അനുഭവങ്ങൾ ഉണ്ടാവുക. ചില ആളുകൾക്ക് മുകളിലോട്ട് കയറുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഭീകരത അനുഭവപ്പെടുക. ചില ആളുകൾക്ക് നേരെ തിരിച്ചും ഇറങ്ങുന്ന സമയത്തായിരിക്കും. ചില ആൾക്ക് 2 തരത്തിലും അനുഭവപ്പെടുന്ന യാത്രക്കാരുണ്ടാകും. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ തുടർച്ചയായി എത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി നമ്മുടെ മറ്റൊരു ട്രക്കിംഗ് അനുഭവം പാലക്കാടിലെ നെല്ലിയാമ്പതിയിലാണ്. ഇതിലും മറ്റൊരു കാഴ്ചകൾ നമ്മൾ അവിടെ കാണാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ താൽക്കാലികമായി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം മുഹമ്മദും ഒപ്പം ശരത്തും. താൽക്കാലികമായി നിർത്തുന്നു. ബൈ.